ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹീതരെ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പരിശുദ്ധ നോമ്പ് ദൈവസന്നിധിയിൽ നമ്മെ ചേർത്ത് നിർത്തുന്നു. പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ ആത്മീകമായ തലങ്ങളിലേക്ക് നമ്മെ ഉയർത്തുകയാണ്. ദൈവസന്നിധിയിൽ കുമ്പിടുവാനും പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥനാപൂർവം നോമ്പ് അനുഷ്ഠിക്കുവാനും നമുക്കിടയാകട്ടെ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ യേശുതമ്പുരാൻ ഒരു പട്ടണത്തിലായിരിക്കുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനെ കുമ്പിട്ട് നമസ്കരിച്ച് യേശുവിനോട് ഒരു കുഷ്ഠരോഗി പറയുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. യേശുതമ്പുരാൻ അവനോട് പറയുന്നു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാവുക. കരങ്ങൾ ഉയർത്തി യേശുതമ്പുരാൻ അവനെ തൊട്ടു, അവന് സൗഖ്യം വന്നു. കുഷ്ഠരോഗി പാളയത്തിന് പുറത്ത്, പട്ടണത്തിന് പുറത്ത് ജീവിക്കുന്നവനാണ്. അവൻ്റെ ജീവിത സാഹചര്യങ്ങൾ, അവനായിരിക്കുന്ന ഇടം ഒറ്റപ്പെടലിൻ്റെ അനുഭവമാണ്. മറ്റുള്ളവരുമായി സംസർഗം ചെയ്യുവാൻ, മറ്റുള്ളവരുമായി ഇടപഴകുവാൻ, സമൂഹത്തിലേക്ക് അടുത്തു വരുവാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഏറെ പ്രയാസമേറിയ മാനസികമായും ശാരീരികമായും കഷ്ടത അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതമാണ്. അവൻ എങ്ങനെയോ പാളയത്തിന് അകത്ത് ആ പട്ടണത്തിലേക്ക് കടന്നു വന്ന് യേശുവിനെ കാണുവാനും യേശുവിൻ്റെ മുമ്പിൽ കവിണ്ണു വീണ് യേശുവിനോട് തനിക്ക് സൗഖ്യം യാചിക്കുവാനും അവൻ മനസ്സ് കാണിക്കുകയാണ്. നാം സൗഖ്യം ആഗ്രഹിക്കുമ്പോൾ, സുഖപ്പെടുവാൻ നാം ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഓട്ടം എവിടേക്കാണ്? ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്കാണോ? ഇവിടെ മറ്റാരെങ്കിലും അവനെ കണ്ടാൽ ക്രിസ്തു സന്നിധിയിലേക്ക് അവൻ അടുത്തു വരുവാൻ കഴിയുകയില്ല. ആ ഒരു സാഹചര്യത്തെയാണ് അവൻ അതിജീവിച്ച് തരണം ചെയ്ത് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുവാൻ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്, സാധ്യതകളുണ്ട്. സൗഖ്യം ലഭിക്കുവാൻ, ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ ഈ കുഷ്ഠരോഗിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അവൻ്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിച്ചത് സമൂഹത്തോട് ചേർന്ന് നിന്ന് മറ്റുള്ളവരോടും അവൻ്റെ ബന്ധുക്കളോടും അവൻ്റെ കുടുംബാംഗങ്ങളോടും അവൻ്റെ സമൂഹത്തോടും ചേർന്ന് ജീവിക്കണം എന്നുള്ളതാണ് അവൻ്റെ അതിയായ ആഗ്രഹമാണ്. ആ ആഗ്രഹം സാധിക്കുവാൻ തക്കവണ്ണം അവൻ കഠിനമായ പ്രയത്നം ചെയ്യുകയാണ്. ആ ഒരു പ്രയത്നത്തിലൂടെയാണ് അവൻ ക്രിസ്തുവിൻ്റെ സന്നിധാനത്തേക്ക് എത്തിച്ചേരുന്നത്. അവിടെ എത്തിച്ചേരുമ്പോൾ അവൻ സർവ്വവും മറന്ന് ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുകയാണ്. ഗുരുവേ, പിതാവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. യേശു കൽപ്പിക്കുന്നത് എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാവുക എന്ന് തന്നെയാണ്. ദൈവം നമ്മെ തൊടുവാനും ദൈവം നമ്മെ സൗഖ്യമാക്കുവാനും ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവ സാന്നിധ്യത്തിലേക്ക് അടുത്തു വരുവാൻ നമുക്ക് ആഗ്രഹമുണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതാണ്. ഈ നോമ്പിൽ കൂടെ കടന്നു പോകുമ്പോൾ എത്രമാത്രം ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. മറ്റു പല കാര്യങ്ങളിലും നാം വ്യാപൃതരായി ജീവിക്കുമ്പോൾ, നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, ഭൗതികമായ സാഹചര്യങ്ങളിൽ, അതിൻ്റെ നേട്ടങ്ങളിൽ, അതിൻ്റെ സന്തോഷങ്ങളിൽ നാം ജീവിക്കുമ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനോ മുട്ടുമടക്കുവാനോ ദൈവത്തെ ആരാധിക്കുവാനോ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവിടെ ഒറ്റപ്പെടലിൻ്റെയും സാമൂഹികമായ എല്ലാവിധമായ അവഗണനയുടെയും മധ്യത്തിൽ ജീവിക്കുന്ന ഈ മനുഷ്യൻ ക്രിസ്തുവിനെ തേടിയിറങ്ങുകയാണ്. അവൻ ക്രിസ്തുവിനെ കണ്ടെത്തുകയാണ്. അവൻ്റെ ജീവിതത്തിൽ മാറ്റം വരികയാണ്. ക്രിസ്തു അവനെ സ്പർശിക്കുമ്പോൾ, ക്രിസ്തു അവനെ തൊടുമ്പോൾ അവൻ്റെ ജീവിതം മറ്റൊരു തരത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. അവൻ ഓടുകയാണ്. അവൻ്റെ സന്തോഷം, അവൻ്റെ ആനന്ദം പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ആനന്ദമാണ്. ക്രിസ്തു അവനോട് പറയുന്നു, നീ നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുക. ഒരു സമൂഹത്തിൻ്റെ അംഗീകാരം ലഭിക്കുവാൻ തക്കവണ്ണം, അവൻ്റെ കുടുംബത്തിലേക്ക് തിരികെ ചേരുവാൻ തക്കവണ്ണം അവനിടയാകുന്ന സന്ദർഭമാണ്. പ്രിയമുള്ളവരെ, ഈ നോമ്പിൽ ഞാനും നിങ്ങളും ദൈവസന്നിധിയിലേക്ക് ഓടിയെത്തണം. അവൻ്റെ മുൻപിൽ മുട്ടുകൾ വണങ്ങി
പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം, ദൈവത്തോട് അപേക്ഷിക്കുവാൻ തക്കവണ്ണം കഴിയണം. അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.